വെൽക്കം ബാക്ക് ടു ബീനമ്മാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഈവനിങ് വ്ളോഗ് എന്നോ നൈറ്റ് വ്ളോഗ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളൊരു സബ്സ്ക്രൈബർ, എനിക്ക് തോന്നുന്നു ഹിമ എന്ന് പറയുന്ന സബ്സ്ക്രൈബറാണ് എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിച്ച ചേച്ചീൻ്റെ ഇപ്പോഴത്തെ നൈറ്റ് വ്ളോഗ് നൈറ്റ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഈവനിങ് റുട്ടീൻ ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഈവനിങ് റുട്ടീൻ ഞാൻ കാണിക്കാം, പക്ഷേ ഇതൊരു അതിൻ്റെ തുടക്കം മാത്രം എന്ന് പറയില്ല, അതുപോലൊരു ഈവനിങ് വ്ളോഗാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ദിവസത്തെ ഈവനിങ് റുട്ടീനാണിത്. സ്റ്റക്കായി പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ദിവസം തുടങ്ങി അവസാനിക്കുമ്പോൾ നമുക്കൊരു വീക്ക് ഡേയ്സിൽ അത് ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു 90% എങ്കിലും ഫോളോ ചെയ്തിട്ടായിരിക്കും ആ ഒരു സെയിം റുട്ടീൻ ആക്കി കൊണ്ടുവരിക അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, 2 പേരും എൻ്റെ കൂടെ ബിടെക്കിന് പഠിച്ച. അങ്ങനെ അവരിവിടെ 4 ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പണികളൊക്കെ മാറ്റി വെച്ച് ഞാൻ കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കും. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നെട്ടോട്ടോടി പണിയെടുക്കുകയാണല്ലോ. ഞാൻ ഇന്നത്തെ പറഞ്ഞ പോലെ റോബോ മോഡ് ഓണാക്കി ഇടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിനകത്തൊന്ന് സ്വിച്ച് ചെയ്ത് നമ്മൾ ചിൽ മോഡിലേക്ക് മാറിയ കുറച്ച് ദിവസങ്ങളായിരുന്നു, ഒരു വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ എന്നുള്ളത്. ഫ്രണ്ട്സ് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഒരു മടിയും എനിക്ക് എന്തൊക്കെയോ പോലെയാണ്. എനിക്ക് ആ ഒരു കറൻ്റ്ലി എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ എൻജോയ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോഴും അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷേ എങ്കിൽ അതുങ്ങളെ വെച്ചുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫ്രണ്ട്സ് വന്നപ്പോൾ അങ്ങനെ ഒരു 4 ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ നമ്മളെ ആ ഒരു കറക്റ്റ് റുട്ടീനും കാര്യങ്ങളൊക്കെ മാറുമല്ലോ. നമ്മൾ ആ സമയത്ത് നമുക്ക് തോന്നുന്ന പോലെ തോന്നിയ മാസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡേ ആണിത്. സെക്കൻഡ് ഡേയിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഈവനിങ് ആകുമ്പോഴാണ് ഞാൻ അതായത് അടുക്കളയും വീടിനെയും പറ്റി ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു, നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമല്ലോ, അല്ലാണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ ബാക്കിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. പ്ലാൻ ചെയ്യാണ്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ, കുറച്ച് സോയാബീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്തൊരു തേങ്ങാക്കൊലിയോ ഇല്ല എന്നുള്ളത്. അതായത് എന്തൊക്കെയോ അലുത്ത് കുലുത്ത് വെജിറ്റബിൾസ് ഉണ്ട്, പക്ഷേ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ക്യാരറ്റോ ബീൻസോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും അതിനകത്തില്ല. പിന്നെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മുട്ട ഉണ്ടല്ലോ, മുട്ട വെച്ച് നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള സമയത്ത് അതായത് നമുക്ക് ഒരു റീസ്റ്റാർട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദിവസമാണെങ്കിൽ ഞാൻ കൂടുതലും ഈ കുക്കർ ബിരിയാണി അല്ലെങ്കിൽ 1 പോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടി ഉണ്ടാക്കാൻ നോക്കുക. കാരണം അതാണ് നമുക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യുക. നമ്മൾ ഈ ചോറും കറിയും പൊരിച്ചതും വറവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര ടാസ്ക് ചെയ്യണം, അതിനേക്കാളും നല്ലതാണല്ലോ ഇതാകുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ട ബിരിയാണിയാണ്. വെജ് ബിരിയാണി ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. നോൺ വെജ് കഴിച്ചിട്ട് മുട്ടയും ചിക്കനും ഒന്നും വേണ്ടാന്നുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് കഴിക്കാത്ത നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയാം, വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ചിക്കനും മുട്ടയും പിന്നെ വേണ്ടാന്നുള്ള രീതിയിലാണ് ഞാൻ വെജ് ബിരിയാണിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മുട്ട ബിരിയാണിയിൽ തന്നെ അവസാനിച്ചു. പക്ഷെ നല്ല മുട്ട ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഈ കുക്കർ ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന നമ്മൾ ചിക്കൻ ആയാലും മുട്ടയാണെങ്കിലും പ്രോൺസ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് കുക്കറിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടം. മറ്റേതും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ വെയിറ്റ് ലോസിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അധികം കഴിച്ചിട്ടില്ല. മാറിപ്പോയി. ഇനി അധികം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. നമുക്ക് രാവിലെയും രാത്രിയാണ് വെയിറ്റ് ലോസിൻ്റെ പരിപാടി വരുന്നത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നേരെ അടുക്കളയിലേക്ക് പോയി. ആ ഒരു സമയത്ത് നൈതിക്കുട്ടനും സായുജും ഭയങ്കര കുളിക്കലായിരുന്നു. ഇതുവരെ വെള്ളം കാണാത്ത ആൾക്കാർ കുളിക്കുന്ന പോലെയായിരുന്നു. 2 ആളും കുളിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ മോനെ കുളിപ്പിക്കുന്നു, മോൻ അച്ഛനെ കുളിപ്പിക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് ഒച്ച കേട്ടപ്പോൾ മനസ്സിലായത്. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അമ്മ വാ എന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചിട്ട് അവൻ പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്മ തല തോർത്തിട്ട് അങ്ങനെയൊക്കെ പറയാം.
അതുകൊണ്ട് നൈസായിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അവരെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നുണ്ട് സൂക്ഷിച്ച് കളിച്ചോളെ രണ്ടാളും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഈ ബീച്ചിലൊക്കെ പോയി അങ്ങനെയാണ്, എന്താണ് ഇതുവരെ വെള്ളം കാണാത്ത ആൾക്കാർ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവില്ലേ, ഒരു ആഘോഷ സന്തോഷം ഉണ്ടാവില്ല. അതുപോലെയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് കുളിച്ച് വരേണ്ടത് 3/4 മണിക്കൂർ എടുത്തിട്ടാണ് കുളിച്ച് വരിക. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് പോയില്ല. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കാമല്ലോ. അങ്ങനെ അവർ വന്ന് കുളിച്ച് അവരും വിളക്ക് കത്തിച്ചത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങി. സായുജിൻ ഇന്ന് പ്രത്യേകിച്ച് വർക്കൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് വന്ന് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിരിയാണി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പൊതുവേ ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് എല്ലാ ബിരിയാണിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം അവരുടെ അടുത്ത് ജീര റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ വെക്കാൻ പറ്റാ, അവരതിന് പകരം ലൂസായിട്ടുള്ള ജീര റൈസാണ് വെച്ചത്. നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് ബിരിയാണി റൈസ്. പക്ഷേങ്കിൽ പലപ്പോഴും എനിക്കിങ്ങനെ ലൂസായിട്ടുള്ള ബിരിയാണി റൈസ് വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഈ ജീര റൈസൊക്കെ വാങ്ങി ഒരു 1/2 മണിക്കൂർ 20 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഒരു വിസിലിന് അത് കറക്റ്റ് ആയിരിക്കും. പക്ഷേങ്കിൽ ഈ ലൂസായിട്ട് വാങ്ങുന്ന ബിരിയാണി റൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പറ്റില്ല. വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിന്നെ നമ്മൾ ഒരു വിസിൽ വിടുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട്. എനിക്കതങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റുമോയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് മാത്രമേ വെള്ളത്തിലിട്ടിട്ടുണ്ടായുള്ളൂ, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം കഴുകി അരി നല്ലോണം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ട് വെച്ചു. ആ ഒരു സമയം കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി നിങ്ങൾക്കറിയാലോ, നമുക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കുമല്ലോ. പക്ഷേ എങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുറച്ച് ആൾക്കാർക്ക് വെക്കുന്ന ദിവസം ഭയങ്കര ടേസ്റ്റും, കുറേ ആൾക്കാർക്ക് ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനമായിട്ട് മാറുന്നത് പോലെ തന്നെ ഒന്നുമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, സാധനങ്ങൾ വളരെ കുറവായിട്ടും നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് അങ്ങനെയെന്ന് അറിയില്ല. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് സായുജ് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല ബിരിയാണിയാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലും കുറച്ച് കൊടുക്കാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്ന എപ്പോഴെങ്കിലും ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം എന്നുള്ളത്. അതിപ്പോൾ എന്ത് ബിരിയാണി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കൂല. ബിരിയാണി നല്ല നോൺ വെജ് കഴിക്കൂല. ഇവർ ഏതൊക്കെയോ ദിവസങ്ങളെ കഴിക്കുള്ളൂ. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമല്ലേ പച്ചക്കറി കഴിക്കുക, അവർ നേരെ ഓപ്പോസിറ്റാണ്. ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രമേ ചിക്കൻ കഴിക്കുകയുള്ളൂ. ചിക്കൻ മീൻസ് നോൺ വെജ് കഴിക്കുകയുള്ളൂ. അപ്പം ഞാനിത് എന്തായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. കാരണം അവരോട് ചോദിക്കാമല്ലോ, ഉണ്ടാക്കുന്നതിന് മുന്നേ ചോദിച്ചിട്ട് അഥവാ നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പൊതുവേ എന്താണ് ഇപ്പോൾ ചെയ്യാറുള്ളത്, നമ്മൾ ഈവനിങ് റുട്ടീനിൽ എന്താണ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ സാധനം ഉണ്ടാക്കുന്നത് അത് പിറ്റേ ദിവസത്തേക്കും കൂടെ ഞാൻ ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എഴുന്നേൽക്കുന്നതേ ലേറ്റാണ്. അറിയാം, ഞാൻ എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ. ഇത് ലാസ്റ്റാണ്, ഇനി ഞാൻ പറയൂല. അതായത് നമ്മൾ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവും. ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആവും. 2 മണി 3 മണിയൊക്കെ ആവും ഉറങ്ങാൻ വേണ്ടി നമ്മളെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്. അത് അറിയാമല്ലോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുമാത്രമല്ല നമ്മൾ ഓൾറെഡി ഭയങ്കര ടയേർഡും ആയിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ടാന്നുള്ള രീതിയിലാണ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തലേന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന രാത്രിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും പിറ്റേ ദിവസം ഉച്ചവരെ. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ സായുജ് ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഈ സെയിം സാധനം നമുക്ക് പിറ്റേ ദിവസം കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. സായുജിന് കുക്കർ ബിരിയാണിയും അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും ഭയങ്കര ഇഷ്ടമില്ല, എന്നാലും കഴിക്കും. അപ്പോൾ ഈ മാക്സിമം ഞാൻ അങ്ങനെ ഉണ്ടാക്കുക തിങ്കൾ ചൊവ്വ ബുധനിലാണ്. കാരണം ഞാൻ നൈതിക്കുട്ടനും എനിക്ക് ഈ കുക്കർ ബിരിയാണി സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ഉച്ചക്കും കൂടി എടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കും കൂടി അപ്പുറത്തെ വീട്ടിലും കൂടി കൊടുക്കാന്നുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രിയും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും. അപ്പോൾ സാധാരണ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറില്ല, നിങ്ങൾക്കറിയാം ഞാൻ മീൽ പ്രിപ്പറേഷൻസ് ആണ് ചെയ്ത് വെക്കാറുള്ളത്. നമ്മൾ ചോറും കറിയും വറവും അതിനൊക്കെയുള്ള പ്രിപ്പറേഷൻസ് ആണ് ചെയ്ത് വെക്കാറുള്ളത്. പക്ഷേ എങ്കിൽ ഇന്ന് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് കൊണ്ടും നമ്മൾ ഇങ്ങനെയൊരു ഇതിനകത്തേക്ക് ബിരിയാണിയിലേക്ക് പര്യവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. മുട്ട ഇവിടെ ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എഗ് ബോയിലറിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു എഗ് ബോയിലർ ഏതൊക്കെയോ വീഡിയോസിൽ കണ്ട്
ആരൊക്കെയോ ചോദിച്ചു ആരൊക്കെയോ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപ്രോൻ്റെ തന്നെ സെയിം വിപ്രോൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് തക്കാളി ഇട്ട് പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മൾ ബിരിയാണി റൈസ് കുതിർത്ത് വെച്ച ബിരിയാണി റൈസ് ഇട്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം ഞാൻ ഇപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഇട്ട് ഉപ്പും പിന്നെ കുറച്ച് ഇതും എന്താണ് ചെറുനാരങ്ങേൻ്റെ നീരില്ലേ അതും കൂടെ ഉറ്റിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നെയ്യ് ഉറ്റിച്ച് കൊടുക്കാമായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. ലാസ്റ്റ് കഴിക്കുമ്പോൾ നെയ്യിൻ്റെ ഒരു സ്മെല്ലില്ലാത്തപ്പോഴാണ് മനസ്സിലായത് നെയ്യ് ഒഴിക്കാൻ വിട്ടുപോയി എന്നുള്ളത്. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലെമൺ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ചെയ്ത ഷോർട്സ് ആയിരുന്നു, അതായത് നമുക്ക് ലെമൺ എങ്ങനെ കുറേ കാലം എഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയില്ല, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലെമൺ ഇത്രയും കാലം കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടിപ്പ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. നമ്മളൊരു ഗ്ലാസ് ജാറിനകത്തേക്ക് വെള്ളം നിറച്ചിട്ട് ഈ ലെമൺ അതിനകത്തേക്ക് ഇട്ട് ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസം എത്തും, 1 മാസത്തിൽ കൂടുതലൊക്കെ എത്തും. നല്ല ലെമണാണ്, അതായത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല കണ്ടീഷനിലുള്ള ലെമൺ ആണെങ്കിൽ അത് അത്യാവശ്യം 1 മാസത്തിൽ കൂടുതലെത്തും. ഇതിനകത്ത് ഞാൻ ഈ സെയിം സാധനം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു ഇത് ഉപ്പിലിട്ടതുപോലെ ആവൂലേ എന്നൊക്കെ. വെറുതെ ഒന്നും ട്രൈ ചെയ്ത് നോക്കൂല കേട്ടോ, വെറുതെ വന്ന് കമൻറ്റ് ചെയ്ത് ഇങ്ങനെ പറ്റൂല, അതങ്ങനെ ആവൂല, ശരിയാവൂല എന്ന് പറയും. നമ്മളിത് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് സക്സസ് ആയ ഹാക്സ് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് അത് ട്രൈ ചെയ്ത് പോലും നോക്കാണ്ടാണ് ഓരോരുത്തർ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് അങ്ങനെയല്ല, ഇത് ഞാൻ ചെയ്ത് നോക്കി ശരിയായില്ല എന്നൊക്കെ വെറുതെ വന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിന് ഞാനിത് ഈ റീൽ കണ്ട് അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ശരിക്കും ഇത് വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ചെയ്തോ, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്ത് വരുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവരും ഇത് ചെയ്തിട്ട് ഞാൻ പറയുകയും ചെയ്തു നിങ്ങളിത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയണം എന്നുള്ളത്. കാരണം മറ്റുള്ളവർ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മറ്റുള്ളവർക്ക് സക്സസ് ആവാത്തതാണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കിയവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറഞ്ഞത് അടിപൊളി, നിങ്ങൾ പറഞ്ഞത് അടിപൊളി ടിപ്പാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ആണല്ലോ നമ്മൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒരു സാധനം ചെയ്യുക, ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പല മെത്തേഡ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ടേസ്റ്റും നമുക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യുന്ന ടിപ്സും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണല്ലോ ഞാൻ ഉണ്ടാക്കുക. അതിൻ്റെ താഴെ വന്നിട്ട് ഓരോരുത്തർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ ചെയ്യണ്ട, അതങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. ഞാനിവിടെ മനസ്സിൽ നിനക്കൊന്നും വേറെ പണിയില്ലടേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. ചിലതിനൊക്കെ നല്ല റിപ്ലൈ കൊടുക്കുക, അതൊക്കെ പോട്ടെ, അതല്ലല്ലോ നമ്മളെ വിഷയം. അപ്പോൾ ഞാൻ കുക്കർ ബിരിയാണിയിൽ വിസിലൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലും നല്ല കളറും നല്ല ഭംഗിയുള്ളൊരു മുട്ട ബിരിയാണി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് വെന്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് വന്നിട്ട് ചൂടോടെ ഇളക്കുമ്പോൾ ആ ഒരു പശവശപ്പില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, ഞാൻ തിന്നിട്ടൊന്നുമില്ല. എനിക്ക് വെയിറ്റ് ലോസിൻ്റെ ഡ്രിങ്കാണ് കഴിക്കാനുള്ളത്. അതുകൊണ്ട് സായുജനും നൈതിക്കുട്ടനും അത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് നമ്മളെ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് മുഖ്യമാണ്. കാരണം സമയമില്ലാത്ത നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ നാക്ക് വടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനത് എടുത്തുകൊണ്ട് വന്ന് നൈതിക്കുട്ടനും നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം അവൻ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പുറത്ത് നേരെ പോയി പിള്ളേരുടെ കൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ കളിച്ച് വന്നതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ ആയോ ബിരിയാണി ആയോ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും കൊടുത്ത് കൂടെ സായുജു ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സായുജിനും കൊടുത്ത് അങ്ങനെ നമ്മൾ കുറേ സമയം കഥയൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സായുജിൻ്റെ ഫുഡ് കൊടുത്ത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഡ്രിങ്കൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങി. ഞങ്ങൾ 3 പേരും കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്ന പ്രത്യേകിച്ച് സംഭവബഹുലമായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ഒരു റുട്ടീൻ, അതായത് ഇപ്പോഴത്തെ റുട്ടീനിലേക്ക് ഞാൻ സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അതൊന്നും കൂടി എടുത്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, നമുക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എടുത്തെടുത്ത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാനങ്ങ് ക്ഷീണിച്ച് വയ്യാതാവും ഗൈസ്, അതാണ് പ്രശ്നം. അപ്പോൾ ഞാനിത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് സായുജും എന്നെ വന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നു, തുണിയൊക്കെ മടക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്ത്. ഇതിന് ശേഷം ഞാൻ പിന്നെ സായുജിനുള്ള ബിരിയാണിയും കൂടി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയാണ്, ഓഫീസിൽ നടന്ന കാര്യം എന്തെല്ലോ ഇങ്ങനെ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കളിയാക്കിയിട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ ഡെലിവറി സ്റ്റോറി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടത്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു, റിലേറ്റ് ചെയ്യാൻ പറ്റി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ എത്ര പോസിറ്റീവായിട്ടാണ് അതിനെ പ്രസൻറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സായുജിനെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് തരണം, ഞാനിങ്ങനെ ഇടക്കിടക്ക് പൊക്കി പറയുന്നതിനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോനകത്ത്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സായുജ് ബിരിയാണി കഴിക്കാൻ പോയി. ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ പരിപാടിയൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലോ അല്ല അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിലൊക്കെ പറയട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.